ദശകം 12 ശ്ലോകം 3. ഹാ ഹാ വിഭോജലമഹം ന ബിംബം പുരസ്താദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യാനാസാപുട സമഭവ ശിശുകോലരൂപീ. ദശകം 9 എല്ലാ ബ്രഹ്മാവ് അപ്പോഴുണ്ടായ കാറ്റിനെയും ആ പ്രളയ ജലത്തിനെയും എല്ലാം കുടിച്ച് വറ്റിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എവിടുന്നാണ് ഈ വെള്ളം എന്നാണ് ചോദിക്കുന്നത്. ഹാ ഹാ വിഭോ, അല്ലയോ ഭഗവാനേ, ജലമഹം, വെള്ളം കുടിച്ച്, ന ബിംബം പുരസ്താ, കുടിച്ചുവല്ലോ, ആദ്യം തന്നെ ആ വെള്ളമെല്ലാം കുടിച്ച് വറ്റിച്ചല്ലോ. ഇന്ന് വീണ്ടും മജ്ജതി മഹീ കിമഹം കരോമി. മഹി, ഈ ഭൂമി, മജ്ജതി, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. കിമഹം, ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് ഇങ്ങനെ പറയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുവെച്ചാൽ മനുവിനെയും സ്വയംഭൂ മനുവിനെയും ശതരൂപയുമായി സൃഷ്ടി തുടങ്ങാനായി ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് അവർ സൃഷ്ടി തുടങ്ങി. അപ്പോഴത്തേക്കാണ് ഈ ഭൂമി ദേവിയെ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തിയത് കാരണം വീണ്ടും പ്രളയമുണ്ടായി. അപ്പോൾ ഭഗവാനോട് ബ്രഹ്മാവ് ചോദിക്കുന്നതാണ് ഇനി എന്താണ് ചെയ്യേണ്ടത്. ഇത്തം ത്വദംഘ്രിയുഗളം, ഇപ്രകാരം 2 പാദങ്ങളെയും, ഇന്തിരുവടിയുടെ 2 പാദങ്ങളെയും ശരണം പ്രാപിച്ച അദ്ദേഹത്തിൻ്റെ നാസാപുടാത്, ആ ബ്രഹ്മാവിൻ്റെ നാസാപുടാത് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് സമഭവ ഉണ്ടായി. ശിശുകോലരൂപി, ആ ചെറിയ പന്നിക്കുട്ടിയുടെ രൂപത്തിലുള്ള ആ ചെറിയ വിരലിൻ്റെ മാത്രം വലിപ്പത്തിലുള്ള ഒരു രൂപം ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് ചാടി. വരാഹ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.